ഹലോ അസ്സലാമു അലൈക്കും. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചായ കടി റെഡിയാക്കിയല്ലോ. എന്താ പറയുക, ചായ തിളക്കുന്ന നേരം കൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന എന്താ പറയുക, ഒരുവിധ ആൾക്കെല്ലാം അറിയുന്നതന്നെയായിരിക്കും. അപ്പോൾ കൈവീശലെന്ന് നമ്മുടെ നാട്ടിൽ ഇതിൽ പറയുക, ഈ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലോട്ട് 2 മുട്ടയും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ശരിക്കും ഇത് മുട്ടൻ്റെ ഇതിൽ തന്നെ മാവ് റെഡിയാക്കുന്ന, വെള്ളമൊന്നും തീരെ ഒഴിക്കുന്നില്ല. ഇത് നല്ലോണം ഒരു വിസ്ക് കൊണ്ട് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ടിട്ട് നോക്കാൻ ആ മാവ് കുറച്ച് കട്ടിയായി വരുന്നവരെ, പിന്നെ ഫുള്ളായിട്ട് ഇടാണ്ട്. ഞാനിപ്പോൾ ഒരു 3.5 ടേബിൾ സ്പൂൺ ഇട്ടപ്പോൾ തന്നെ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ 2 മുട്ടയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 3.5 അടുത്തുള്ള മൈദയും ടേബിൾ സ്പൂൺ അത് ഇട്ടിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുറച്ച് കട്ട് ചെയ്ത് എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കാം. നല്ലോണം ഒരു സ്പൂൺ കൊണ്ടെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഇതൊരു ബോട്ടിലോട്ട് മാറ്റും. ഞാനിപ്പോൾ ഇതൊരു വിംറ്റോൻ്റെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലാണെങ്കിൽ ചിരട്ടയിലെല്ലാം അതിൻ്റെ ഒരു കണ്ണുണ്ടല്ലോ, അതെല്ലാം ഹോളാക്കിയിട്ട് അങ്ങനെയെല്ലാം എടുക്കുക. അപ്പോൾ അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് അത് തിളച്ച ഓയിലിലോട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത്രയേ പണിയുള്ളൂ. എന്താ പറയുക, നല്ല ടേസ്റ്റാണ് തിന്നാൻ. നല്ല മധുരം വേണം, എന്നാൽ നല്ല രസമായിരിക്കും. എന്നിട്ട് ആ എണ്ണയിൽ രണ്ട് സൈഡും ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതാ ഒരു ഭാഗത്തുനിന്ന് ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ കടി റെഡി. നല്ല രസമാണ് തിന്നാനും. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. എന്താ പറയുക, നമുക്കൊരു ചായ റെഡിയാക്കിയിട്ട് കടിയില്ല എന്ന് തോന്നുമ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കടിയായത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.